ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും ഓണം പരിപാടികളൊക്കെ എവിടെ വരെ എത്തി. ഓണം സെലിബ്രേഷൻ നടക്കുന്ന കുട്ടികളുണ്ടാവും, ഇനി വരാനിരിക്കുന്ന കുട്ടികളുണ്ടാവും. എന്തായാലും ഞാൻ ഇന്നൊരു ഓണം സെലിബ്രേഷന് വേണ്ടി പോകാൻ റെഡിയാകാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡിയാകുമ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. കാര്യം ഞാൻ ഇന്നൊരു വെറൈറ്റി പിടിക്കാനാണ് വിചാരിച്ചത്. വെറൈറ്റി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ ഒരു പിക്ചറിൽ കാണുന്ന ലുക്കില് നമ്മുടെ പരമസുന്ദരി മൂവിയിലെ സുന്ദരി ലുക്ക് ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ പരമസുന്ദരിയാവോ അതോ പരമപോറാവോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യണത്. അതായത് എക്സാക്റ്റ് അങ്ങനെ തന്നെ ആവുന്നല്ല, എനിക്കും കൂടി കുറച്ച് വേറബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. ഒന്ന് പറയാനാണെങ്കിൽ സാരി എനിക്ക് എക്സാക്റ്റ് സാരി അല്ല, ഞാൻ ഒരു ലോട്ടസിൻ്റെ കണ്ടോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും കാണിക്കാൻ പറ്റുമോ? ലാസ്റ്റ് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ലോട്ടസിൻ്റെ ഒരു സാരി വെച്ചിട്ടാണ് തന്നെ ഇത് പെയർ ചെയ്തേക്കുന്നത്. വൺ സൈഡായിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കും. കാരണം ഞാൻ ഇച്ചിരി സ്കിന്നി ആയതുകൊണ്ടേ പ്ലീറ്റഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രസം ഉണ്ടാവില്ല എന്ന് തോന്നിയുകൊണ്ട് ഞാൻ വൺ സൈഡ് പ്ലീറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും, നല്ല പീച്ചായിട്ടുള്ള ലിപ് ഷെയ്ഡാണ് ഇട്ടേക്കുന്നത്. ആ പീച്ച് ഷെയ്ഡ് ഞാൻ എൻ്റെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് വാഷ് ഔട്ടായി പോകും. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ചും കൂടി വേറബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോലെ മീഡിയം ടു ഡസ്കി സ്കിൻ ടോണുകാർക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ഉള്ള ഒരു ലിപ് ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. എൻ്റെ സ്കിൻ കെയർ ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടാണ്. ഞാൻ ലിപ് ബാമും അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിപ്സ് ഇച്ചിരി റെഡിഷ് ആയിട്ട് ഇരിക്കുന്നത് ഈ ടിൻറ്റഡ് ലിപ് ബാം ഇട്ടിട്ടാട്ടോ. ഇത് മേബിലിൻ്റെ ഹൈലൈൻ വൈൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. അത് ബാക്കി സ്കിൻ കെയറും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൈമറാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോണത്. ഞാൻ മേക്കപ്പിലേക്ക് കടക്കാണ്, പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. ഈ ഇട്ടാട്ടാന്ന് ഞാൻ കുറേ വട്ടം പറയുന്നുണ്ടല്ലേ, എന്നെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് കുറേ പേര് ചോദിക്കുന്നത് എന്താ ഈ ടാട്ടാന്ന് പറയണേന്ന്. സോറി കേട്ടോ, എക്സ്ക്യൂസ് മീ. ഓക്കെ, പ്രൈമർ ഇടാം. പിന്നെ പറയൂ, നിങ്ങളുടെ ഓണം വിശേഷങ്ങളൊക്കെ പറയൂ. ഓണത്തിന് എന്ത് ഡ്രസ്സാണ് ഇടാൻ വിചാരിക്കുന്നത്? ധാവണിയാണോ? ഇപ്പം ധാവണിയൊക്കെ ഭയങ്കര ട്രെൻഡിൽ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് സ്കൂൾ കുട്ടികളാണെങ്കിലും കോളേജ് ഗേൾസ് ആണെങ്കിലും ഒക്കെ ഇല്ലേ, നിങ്ങൾക്കൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റിയ, ഒന്ന് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ പറ്റിയ ഒരു ലുക്കാട്ടോ ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യണത്. ഇത് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലുക്കാണ്. നിങ്ങൾ ആ പരമസുന്ദരിയിലെ ആ ഒരു ലുക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നിങ്ങളത് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീനായിരിക്കും. അങ്ങനെ ഒന്ന് നോക്കി നോക്കും. അപ്പം ഞാൻ എൻ്റെ പോഴ്സ് മെയിനായിട്ടുള്ളിടത്തൊക്കെ ഞാൻ ഈ പ്രൈമർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുക്കുവാണേ. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് ഇത് നൈക്കയുടെ സ്കിൻ ജീനിയസ് ഫൗണ്ടേഷനാണ്. F3 ആണ് എൻ്റെ ഷെയ്ഡ്. ഇനി ഞാനിതെൻ്റെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണ്ട. ഞാനൊരു കാര്യം മറന്നുപോയി, കൺസീലർ ഇട്ടില്ല. നിങ്ങൾക്ക് ഭയങ്കരമായ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കൺസീലർ ഇട്ട് അത് ഹൈഡ് ചെയ്തതിന് ശേഷം മാത്രം ഫൗണ്ടേഷനിലേക്ക് കടക്കാട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. എല്ലാം കൂടെ എടുത്ത് വെച്ചാലും ചില സമയത്ത് വീഡിയോ ഓണാക്കി കഴിയുമ്പോൾ പിന്നെ എനിക്ക് ചുറ്റുമൊന്നും കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ സ്ക്വീസ് ചെയ്ത് എടുത്തതാണ്. അത് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് നല്ല ടൈം എടുത്ത് തന്നെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ഈ ബ്ലെൻഡിങ്ങിലാണ് നമ്മുടെ ആ ഒരു ലുക്ക്, ആ ഒരു ഫിനിഷിങ് ഇരിക്കുന്നത്. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിൻ ഏതാ നമ്മളിട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് അറിയരുത്, ആരും ഡിറ്റക്റ്റ് ചെയ്യരുത്. അമ്മാതിരി ബ്ലെൻഡിങ് ആയിരിക്കണം നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബ്ലെൻഡ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ബ്ലഷാണ്. ഇത് എൻവൈബേലത്തെ ഒരു ബ്ലഷാണ് കേട്ടോ. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ ലുക്ക് കുറച്ചും കൂടി പീച്ചി കൈൻഡ് ഓഫ് ലുക്കാണ്, പിങ്കി ലുക്കാണ്. അതുകൊണ്ട് ഈ ഒരു ബ്ലഷ് ഇതിന് നന്നായിട്ട് സ്യൂട്ട് ആവും കേട്ടോ. ഒരു ഇച്ചിരി അധികം അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ബ്ലഷ് ഇട്ടു. ഈ ബ്ലഷിൻ്റെ പുറത്തു കൂടി ഞാൻ ഈ എൻവൈബയുടെ പ്രോ സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗോൾഡൻ ഷിമർ പാർട്ടിക്കിൾസ് ഉള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്.
വെട്ടി തിളങ്ങണം നമ്മൾ, ഇങ്ങനെ ഒരു കുറവ് വേണ്ട. ഓക്കെ, ഇത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ കോളർ ബോൺസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നില്ലേ ഈ ഒരു ലുക്കിൽ ഞാനിപ്പോൾ കൺസീലർ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നില്ല കേട്ടോ. സെറ്റാണ് അതവിടെ സെറ്റാവട്ടെ. ഇനി നമുക്ക് നേരെ ഐബ്രോസിലേക്ക് കിടക്കാം കേട്ടോ. ഐബ്രോസ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പാലറ്റാണ്. ഓക്കെ, ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഐ ഷാഡോയിലേക്ക് കിടക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പീച്ച് കളർ എടുക്കണം. ഞാനിപ്പം കൈ കൊണ്ട് തന്നെ കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു പീച്ച് കളർ കാണുന്നുണ്ടോ? ഇത് ബേൺഡ് ഇറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഞാൻ മിക്കപ്പോഴും ഈ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോസിലും. എനിവേസ് കാര്യം ഇതിനകത്തൊരു താമര ഉള്ളതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മളിന്ന് ഇൻസ്പയർഡ് ലുക്കാണ് ചെയ്യണത്. അപ്പം അതിനകത്ത് ഏകദേശം നമ്മൾ മാച്ചിങ് ആക്കണമല്ലോ. ഓക്കെ, കണ്ണിൻ്റെ ഐഷാഡോ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈനർ വരയ്ക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻവൈബയുടെ ഒരു ഐലൈനറാണ് എടുക്കുന്നത്. ഐലൈനർ ഞാനൊരു വിങ്ഡ് ലൈനറാണ് ചെയ്യണത്. ഞാൻ ഈ ക്യാമറ നോക്കിയിട്ട് പെട്ടെന്ന് വരച്ചിട്ട് വരാം കേട്ടോ. ഞാൻ ഇതിൽ നോക്കി വരയ്ക്കുമ്പോൾ എനിക്ക് മിക്കപ്പോഴും കറക്റ്റായിട്ട് വരാറില്ല. അപ്പം ഞാൻ ഈ കണ്ണാടി നോക്കിയിട്ട് പെട്ടെന്ന് വരച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഐലൈനർ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴെ കാജൽ എഴുതണം. ഇത് കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ലുക്ക് കഴിഞ്ഞു. താഴെ ഞാൻ ആ പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് മെയ്ബിലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ മസ്കാരയാണ്. നമുക്ക് നല്ല കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലുക്കിൽ ജാൻവി കപൂറിൻ്റെ ഐലാഷസ് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഐലാഷ് വെക്കുന്നില്ല. ഇത് വെച്ച് തന്നെ നമുക്ക് അത്യാവശ്യം വോളിയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ മസ്കാരയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ലുക്കിൽ ജാൻവി കപൂർ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് നല്ല ന്യൂഡ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ. അത് ഡയറക്റ്റ്ലി ഞാൻ അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ടും എനിക്ക് വാഷ് ഔട്ടായി പോകും. എൻ്റെ ഹോൾ ലുക്ക് ഡിമ്മായി പോകും. അപ്പോൾ ഞാൻ നല്ലൊരു ഡാർക്കർ പീച്ച് കളറാണിത്. ഇതിൻ്റെ പേര് നാളൊന്നും എനിക്ക് ഓർമ്മയില്ലേ, പണ്ടെങ്ങാണ്ട് മേടിച്ചാണ് തോന്നുന്നത്. അത് വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പീച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. ഇത് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ഓർക്കുന്നില്ല. ഇതൊരു പീച്ച് ഷെയ്ഡാണ്. എന്തായാലും നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ അതിൽ കണ്ടൊരു ലിപ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ജ്വല്ലറീസൊക്കെ ഇടണം, ഹെയർ ഒന്ന് കെട്ടണം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒട്ടും ഹെവി അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഒട്ടും തന്നെ ഒരുപാട് ആക്സസറൈസ് ചെയ്തു എന്നോ എനിക്കൊന്നും തോന്നില്ല. ഭയങ്കര മിനിമലായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ എനിക്ക് പൂ കിട്ടിയില്ല. ഞാൻ അത് കാരണം ചെത്തിപ്പൂവാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അപ്പുറത്ത് വീട്ടിൽ പോയി ചെത്തിപ്പൂ കുറച്ച് ഞാൻ തന്നെ പുറത്ത് തലയിൽ വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ്